ബിജെപിയുടെ പോസ്റ്ററുകൾ നശിപ്പിച്ച സംഭവത്തിൽ ഒത്തുതീർപ്പ് ശ്രമവുമായി പോലീസ്. പോസ്റ്റർ നശിപ്പിച്ച CPM പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുക്കാൻ തയ്യാറാകുന്നില്ല എന്ന് ബിജെപി ആരോപിച്ചു. CPM LC സെക്രട്ടറിയുമായി സംസാരിച്ച് ഒത്തുതീർപ്പാക്കാൻ പോലീസ് നിർദ്ദേശിച്ചതായും ബിജെപി നേതൃത്വം ആരോപിക്കുന്നുണ്ട്. പത്തനംതിട്ട മലയാലപ്പുഴയിലാണ് അനിൽ ആന്റണിയുടെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ചത്. അതായത് 6/4/2024 ഏപ്രിൽ മാസം നമ്മൾ മലയാളപ്പുഴ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ ഇതിൻ്റെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് ടീം എത്തി പത്തിശ്ശേരി ജംഗ്ഷനിൽ നിന്ന് CCTV ഫുട്ടേജ് ഉൾപ്പെടെയുള്ളവ ശേഖരിച്ച് 2 പേര് പോസ്റ്റർ കീറിക്കളഞ്ഞ് മറ്റ് സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കുന്നതായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അതിൻ്റെ വിവരശേഖരണം ബാക്കിയുള്ള ഫോളോ അപ്പ് എന്തായെന്ന് അന്വേഷിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് മലയാളപ്പുഴ SI പറയുന്നത് അത് LC സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്, LC സെക്രട്ടറി നിങ്ങളെ കോൺടാക്ട് ചെയ്യും, അവരതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കും എന്നുള്ള നിരുത്തരവാദിത്തപരമായിട്ടുള്ള നടപടിയാണ് മലയാളപ്പുഴ പോലീസ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ കൃത്യമായിട്ടുള്ള ഒരു നിയമപരമായ സഹായം ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകിക്കൊണ്ട് ബാക്കി നിയമപരമായിട്ടുള്ള നടപടികളിലേക്ക് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. മിഥുൻ മുരളിയുണ്ട്. മിഥുൻ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സജീവമായിട്ട് കണ്ടതാണ് ഈ BJP സ്ഥാനാർത്ഥികളുടെ പോസ്റ്ററുകൾ വലിച്ചു കീറുക, അതിൻ്റെ സ്ഥലത്ത് CPM നേതാക്കളുടെ പടം വയ്ക്കുക ഒക്കെ തന്നെ. പക്ഷേ ഇവിടെ പോലീസിൽ പരാതി നൽകിയിട്ട് പോലും പോലീസും ഈ ഒത്തുതീർപ്പ് കളിക്കുകയാണ്, ഒത്തുതീർപ്പ് രാഷ്ട്രീയം തന്നെ അവിടെ കളിക്കുകയാണ്. ഒപ്പം CPM പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാട് കൂടെ തന്നെയല്ലേ പത്തനംതിട്ടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസിന്റെ ഭാഗത്ത് നിന്നും? തീർച്ചയായും മലയാളപ്പുഴ താഴെപ്പത്തിശ്ശേരി ജംഗ്ഷൻ മുതലുള്ള വിവിധ ഭാഗങ്ങളിലെ പോസ്റ്ററുകളാണ് വ്യാപകമായി നശിപ്പിച്ചത്. 2 പേർ ഇവിടെ ഈ ഭാഗത്തെത്തി പോസ്റ്ററുകൾ നശിപ്പിക്കുന്നതായിട്ടുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്നും പോലീസുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. LDF പ്രവർത്തകരാണ്, CPM-കാരാണ് ഈ പോസ്റ്റർ നശിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തതെന്നാണ് BJP നേതൃത്വം ആരോപിക്കുന്നത്. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം മലയാളപ്പുഴ പോലീസിൽ BJP പ്രാദേശിക നേതൃത്വം പരാതി നൽകുകയും എന്ന പരാതിയുമായി ബന്ധപ്പെട്ട് കേസെടുത്ത തുടർ നടപടികളിലേക്ക് കടക്കുവാൻ പോലീസ് തയ്യാറാവുന്നില്ല എന്നാണ് BJP നേതൃത്വത്തിന്റെ ആക്ഷേപം. CPM LC സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ട് ഈ പ്രശ്നം തീർപ്പാക്കാൻ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശം ലഭിച്ചതായും പ്രാദേശിക നേതൃത്വം പറയുന്നു. CPM പ്രവർത്തകരെ LDF പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നാണ് ഈ വിഷയത്തിൽ പ്രധാനമായും BJP പ്രാദേശിക നേതൃത്വം ആരോപിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ സംഘർഷവും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്ത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള നടപടികൾ തടയേണ്ട പോലീസ് നിരുത്തരവാദിത്വപരമായി പെരുമാറുന്നു, CPM പ്രവർത്തകരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് BJP പ്രാദേശിക നേതൃത്വം പ്രധാനമായും ആക്ഷേപിക്കുകയും ചെയ്യുന്നത്. പ്രധാനമായും മലയാളപ്പുഴ താഴമ്പത്തുശ്ശേരി മുതലുള്ള വിവിധ ഭാഗങ്ങളിൽ നവജീവ കേന്ദ്രത്തിന് സമീപമുള്ള BJP-യുടെ കൊടിമരം, താഴമ്പത്തുശ്ശേരിയിലുള്ള നോട്ടീസ് ബോർഡ് തുടങ്ങിയ സ്ഥലങ്ങളിലെ പോസ്റ്ററുകളാണ്, അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളാണ് ഇവിടെ നിന്നെല്ലാം വ്യാപകമായി വലിച്ചു കീറി നശിപ്പിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങളിൽ LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ പോസ്റ്ററുകൾ പതിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ചെയ്തത് അറിഞ്ഞുകൊണ്ട് മുൻകൂട്ടി ആസൂത്രണം ചെയ്തുകൊണ്ട് CPM പ്രവർത്തകർ തന്നെയാണ് ഈ പോസ്റ്ററുകൾ വലിച്ചു കീറി നശിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു കാര്യമാണ് BJP പ്രവർത്തകർ ആരോപിക്കുന്നതും. ആ രീതിയിൽ തന്നെയാണ് പരാതി നൽകിയതും. കൃത്യമായി ചില ആളുകളുടെ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പരാതിയുമായിരുന്നു പോലീസിൽ നൽകുകയും ചെയ്തിരുന്നത്. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകാതെ CPM പ്രാദേശിക നേതൃത്വവുമായി സംസാരിച്ചുകൊണ്ട് CPM LC സെക്രട്ടറി നിങ്ങളെ ബന്ധപ്പെടും, അവരുമായി സംസാരിച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് ലഭിച്ചിരിക്കുന്നത്. നിരുത്തരവാദിത്തമായിട്ടുള്ള പോലീസിന്റെ ഈ നിലപാടും ഒപ്പം തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത്തരത്തിലുള്ള സംഘർഷമൊക്കെ ഉണ്ടാകുന്നതിന് മുൻകൂട്ടി ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കാത്ത നിലപാടിനെതിരെയുമാണ് BJP പ്രാദേശിക നേതൃത്വം ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പത്തനംതിട്ട മലയാലപ്പുഴയിൽ അനിൽ ആന്റണിയുടെ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിച്ച കേസിൽ CPM നേതാക്കൾക്കെതിരെ കേസെടുക്കാതിരിക്കുകയാണ് പോലീസ്. ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനാണ് BJP-യുടെ നീക്കം. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.